മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചെറിയൊരു സന്ദേശം. പലപ്പോഴും ഞാൻ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്, പല സ്ഥലത്ത് പ്രഭാഷണത്തിന് പോകുമ്പോഴും എൻ്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ല. കണ്ടിരിക്കുന്നൊരു പ്രത്യേക കാര്യം, അവിടെ ചെറിയ ചെറിയ അപസ്വരങ്ങൾ ഉണ്ടാവാറുണ്ട്, നെഗറ്റീവുകൾ ഉണ്ടാവാറുണ്ട്. ഈ നെഗറ്റീവുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയോ? ഒരാളൊരു അഭിപ്രായം പറയും, ആ അഭിപ്രായത്തിനെ മറ്റയാളെ എതിർക്കും. ആ അഭിപ്രായം പറഞ്ഞാൽ മറ്റയാളെ എതിർത്തതോടുകൂടി നിർത്തിയാൽ പിന്നെ പ്രോബ്ലം ഉണ്ടാവില്ല. ഈ അഭിപ്രായം പറഞ്ഞ ആള് അതിൽ പിടിച്ച് മുറുകി നിൽക്കും. എൻ്റെ അഭിപ്രായമാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ഇപ്പം ആവശ്യമുള്ളത്, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് വാദിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പ്രവർത്തിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അതുപോലെ ഭർത്താവിന് എന്തും പറയാനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലെ നന്മതിന്മകൾ നോക്കിയിട്ട്, രണ്ടുപേരുടെയും കാര്യത്തിൽ നന്മതിന്മകൾ നോക്കിയിട്ട് മറ്റേയാൾ അംഗീകരിക്കുകയോ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്താൽ ഒത്തിരി പ്രശ്നങ്ങളില്ലാതെയാവും, ഒത്തിരി ടെൻഷൻ ഇല്ലാതെയാവും. പലപ്പോഴും ടെൻഷൻ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. We create our own tension. So if X says something, yes, let it go like that. അല്ലെങ്കിൽ politely tell him this can be the consequences. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലും മകളുടെ വീട്ടിലും എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഞാനത് പറയാറുണ്ട്. ശരി, നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്നു, go ahead with that. But don't impose on others' head. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ശരിയായിട്ട് മുമ്പോട്ട് പോവുക, ധൈര്യമായിട്ട് പോവുക. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉപദേശം കൊടുക്കാതിരിക്കുക. ഭഗവാൻ കൃഷ്ണനും അർജുനനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ രാജകൊട്ടാരത്തിൽ വസിഷ്ഠൻ ശ്രീരാമനെ എല്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ യുദ്ധക്ഷേത്രത്തിൽ ക്രൈസിസിൽ വന്ന സമയത്ത് മാത്രമാണ് ഭഗവത്ഗീത കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. അല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ട് കൊടുത്തില്ല? ആവശ്യമില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്തും സമയത്തും അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, ഉപദേശം കൊടുക്കാതിരിക്കുക. വേണ്ടതിനും വേണ്ടാത്തതിനും അഭിപ്രായം പറയാതിരിക്കുക. അയാൾക്കത് ശരിയെന്ന് തോന്നുന്നു, അയാൾ ചെയ്യട്ടെ, അത് അയാളുടെ സ്വാതന്ത്ര്യം. അതിനെക്കുറിച്ച് അയാളാണ് ഒറിജിനൽ മാൻ. അപ്പൊ അയാളെ കുറിച്ച് ഞാൻ പറയാൻ പോണെന്തിനാ? എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് എൻ്റെ സ്വാതന്ത്ര്യം, നിങ്ങൾ അതിൽ ഇടപെടണ്ട എന്ന് പതുക്കെ പറയാം. ശരിക്കും പ്രോബ്ലംസ് ആർ ക്രിയേറ്റഡ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഒന്ന് താഴ്ത്താനും എൻ്റെ സ്വാതന്ത്ര്യത്തെ ഒന്ന് കൂട്ടാനും ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്. അയാൾക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ തന്നെ ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. താഴ്ത്തി പറയാം. സുധാകര, മന്ത്രിയുടെ കാര്യമല്ല, അയാളെ ബ്രഹ്മാവ് പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല, ജയരാജനെ മാറ്റാൻ പറ്റില്ല. ഞാൻ സുധാകര എന്നൊരു പേര് വെറുതെ വിളിച്ചു എന്നേ ഉള്ളൂ. കുഴപ്പം തോന്നുകയാണ് ഞാൻ വേറെ പേര് വിളിക്കാം, ദാമോദര. താൻ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിന്തിച്ചു നോക്കാം, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. ശബ്ദം താഴ്ത്തുന്നതിനനുസരിച്ച് മറ്റേ ആൾക്ക് ഉൾക്കൊള്ളാനുള്ള താല്പര്യം വളരെ കൂടി വരും. നിങ്ങളൊക്കെ പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനതിന് പറ്റുന്നതൊക്കെ ചെയ്യാം. പതുക്കെ പറഞ്ഞു നോക്കൂ, എന്തൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നത്. സാമ്പാർ വളരെ നന്നായിട്ടുണ്ട്, ശരിക്ക് ബാക്കിയുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ, നാളത്തേക്ക് എടുത്തു വെച്ചേക്കോ ഫ്രിഡ്ജിൽ, ഞാൻ കഴിച്ചോളാം. നാളെ കഴിച്ചില്ലെങ്കിൽ തന്നെ ആ സാമ്പാർ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന രീതിയും അതുണ്ടാക്കിയ ആൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവുക. സോ റിമെമ്പർ ദാറ്റ്. അവർ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ, ഓണാഘോഷത്തിന് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ സെക്രട്ടേറിയറ്റിൽ ഒഫീഷ്യൽ ടൈമിൽ
ഓണാഘോഷം കഴിയുന്നതും കുറയ്ക്കണമെന്ന് ആണ് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം സ്വീകരിച്ചേനെ. ഇത് ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞു. ധാർഷ്ട്യത്തോടുകൂടി ഞാൻ വിചാരിച്ച നിന്റെ അപ്പൂപ്പനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവിടെ നടന്നു. മാത്രമല്ല, അവനവന്റെ പാർട്ടിക്കാരും ചുവന്ന കൊടി പിടിക്കുന്നവരും ചെയ്യുന്ന ഏത് നാറിത്തരവും ന്യായീകരിക്കുന്നവർ തന്നെ സേവനത്തിന്റെ പേരിൽ കുറേയധികം ഉപദേശങ്ങൾ നൽകിയാൽ എങ്ങനെയിരിക്കും? ഇവിടെ ഏറ്റവും കൂടുതൽ സമരം നടത്തിയിരിക്കുന്നതും സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുന്നതും കളക്ടറേറ്റ് വളഞ്ഞിരിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളഞ്ഞിരിക്കുന്നതും ജോലിക്കാരെ അകത്തേക്ക് കയറ്റാത്തതും പണിയെടുപ്പിക്കാത്തതും യൂണിയൻ ഉണ്ടാക്കിയിട്ട് മൊത്തം കുത്തുവാള എടുപ്പിച്ചതും ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന സംഘടന തന്നെയാണ്. ആ സംഘടനക്കാർ സത്വോപദേശവും കൊണ്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? കൈക്കൂലി മേടിച്ചതിന്റെ പേരിലാണ് പലരും അന്വേഷണം നടത്തുന്നത്. അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത്, കൈക്കൂലി മേടിക്കുന്നവരെ എന്നെ അറിയിക്കൂ, ഞാൻ അപ്പ പറഞ്ഞയച്ചേക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എത്രയോ ആയിരക്കണക്കിന് കോടി രൂപയുടെ അസറ്റ് അവർക്കുണ്ട്. ആ അസറ്റൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? വേർത്തുണ്ടാക്കിയതാ, പഴംപൊരിയും അപ്പമൊക്കെ കഴിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ തനി വിപരീത പ്രവൃത്തി ചെയ്തിട്ട് പിന്നെ സാരോപദേശവും കൊണ്ടുവന്നാൽ ആരും എടുക്കില്ല. ഇത് വീട്ടിലും ആപ്ലിക്കബിളാ. ഭർത്താവ് എല്ലാ നെഗറ്റീവുകളും ചെയ്തിട്ട് ഭാര്യയെ ഉപദേശിച്ചാലുള്ള അവസ്ഥ എന്താ? ഭാര്യ എല്ലാ നെഗറ്റീവുകളും ചെയ്തിട്ട് ഭർത്താവിനെ ഉപദേശിച്ചാലുള്ള അവസ്ഥ എന്താ? അച്ഛനും അമ്മയും കൈക്കൂലിയും കള്ളത്തരവും എല്ലാം ചെയ്ത് മക്കളെ നന്മ നിറഞ്ഞ രീതിയിൽ വരണമെന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ നടക്കണ കാര്യ. അപ്പോ ഓർമ്മിക്കുക, വളരെ നമ്മുടെ സ്വാതന്ത്ര്യം ഭംഗിയായിട്ട് ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന രീതിയിൽ നല്ലോണം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. ആ സ്വാതന്ത്ര്യം ആരുപയോഗിക്കുമ്പോഴും നന്മയ്ക്ക് വേണ്ടി മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനുമുള്ള നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. കാര്യങ്ങൾ ശബ്ദം കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി ശബ്ദം കൂടിപ്പോയാലും ചിരിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുക. ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ ആർക്കും ദേഷ്യം തോന്നില്ല, വലിയ ദേഷ്യമൊന്നും തോന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. ഇത്ര നന്നായിരിക്കില്ലേ? ഇപ്പൊ നമ്മളുടെ പ്രോബ്ലം, നമുക്ക് നാമേ പണിവത് നാഗം, നിങ്ങൾക്കറിയാം, നരകവും അതുപോലെ. ഇപ്പൊ നമ്മളുടെ വീട്ടില്, നമ്മളുടെ കുടുംബത്തില്, നമ്മളുടെ ഓഫീസില്, നമ്മളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനില്, നമ്മളുടെ സുഹൃത്ത് വലയങ്ങളുള്ള സ്ഥലത്ത്, നമ്മുടെ ക്ലബില്, നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന വാഹനത്തില് കുറെ നന്നായിട്ട് നല്ല വാക്കുകൾ പറയാം. കുത്തുവാക്കുകൾ കഴിയുന്നത് പറയാതിരിക്കുക. കുത്തുവാക്കുകൾ ശരിക്കും ശരം കൊണ്ട് കുത്തുന്ന മാതിരിയുള്ള വേദനയാണ്. വാക്ശരം എന്നാ പറയുക. പറയാനുള്ളത് സ്ട്രൈറ്റ് ആയിട്ട് പറയുക. എന്തിനാ വ്യംഗ്യാർത്ഥത്തിൽ പറയാൻ പോകുന്നത്? ഇത്രയൊക്കെ ഞാൻ രാഷ്ട്രീയവും മന്ത്രിമാരെയും എല്ലാം കൂടി ചേർത്ത് പറഞ്ഞത് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ പ്രോബ്ലം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. പ്രണാമം, നമസ്കാരം.